കുഞ്ഞിരാമായണം വരുമ്പോ ഞാനിന്ന് എന്താ പറയാ ഒരു എക്സ്ട്രാ ഹാപ്പിനെസ് ആണ്. ബിക്കോസ് ആ സീൻ ഇപ്പോഴും ആൾക്കാര് വേർഡ് ബൈ വേർഡ് ഓർത്തിരിക്കുന്ന ഒരു ടാലന്റ് ആണ് ഒരു പടത്തിന്റെ. സോ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുഞ്ഞിരാമായണത്തിന്റെ ആ ഒരു ടാലന്റ്, ആ ഒരു ക്യാരക്ടർ, മല്ലിക എന്ന് പറയുന്ന ക്യാരക്ടർ. ആ സമയത്ത് ഞാൻ ആക്ച്വലി ഫിലിം ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ജസ്റ്റ് തുടങ്ങിയപ്പോ തന്നെ ആ ഒരു ക്യാരക്ടർ അത് ശരിക്കും സ്ട്രൈക്കിംഗ് ആയിരുന്നു. എനിക്കത് ഭയങ്കര, ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര സന്തോഷം കിട്ടിയ ഒരു സാധനം. കാരണം ഞാൻ ആ സമയത്ത് ബഡായി ബംഗ്ലാവ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഹിറ്റായി, ആൾക്കാരൊക്കെ ഇങ്ങനെ തിരിച്ചറിഞ്ഞ് വരുന്ന സമയം. അപ്പൊ അന്ന് വിനീതേട്ടനാണ് ശരിക്കും ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ട് എന്നെ റെക്കമെൻഡ് ചെയ്തത് ബേസിലേട്ടന്റെ അടുത്ത്. ഇത് ആര്യനെ കൊണ്ട് ചെയ്യിക്കുക, ആര്യ ചെയ്താൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ബേസിലേട്ടൻ എന്നെ വിളിക്കുന്നത്. അപ്പൊ ഒരാൾ അങ്ങനെ എന്നെ ഓർത്തല്ലോ എന്നുള്ള ഒരു കാര്യം തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ആൻഡ് അന്ന് അവരുടെ ആ ഒരു ടീം എന്ന് പറയുന്നത് ഭയങ്കര ഹിറ്റ് ടീമാണല്ലോ. വിനീതേട്ടൻ, ബേസിലേട്ടൻ, അജു ചേട്ടൻ, ധ്യാൻ, നീരജ്, എല്ലാരും കൂടെ ഉള്ള ആ ഒരു കോർ ക്രൂ. അപ്പൊ അതില് ആ സിനിമയിൽ ഒരു വളരെ ചെറിയ ഭാഗമാകാൻ പറ്റിയത് ഐ വാസ് വെരി ഹാപ്പി.